പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലീഡർ എന്ന് പറയുന്ന സ്ഥലത്താണ്. യാക് ഖർക്കയുടെ കുറച്ചുകൂടെ മുകളിലാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 1 മണിക്കൂർ കൂടുതൽ നടന്ന് ഇവിടെ എത്തി. അപ്പോൾ ലീഡർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടൽ ഇതാണ്. അവിടെ നിന്ന് എല്ലാം വെളിച്ചമായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതവരെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ്. നമ്മളെ ഹോട്ടലിൻ്റെ ഇന്നലെ താമസിച്ച ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം തന്നെ കുറേ ദൂരെ കാണാൻ പറ്റും. ഇവിടെ കുറേ ഗ്ലാസ് ഇട്ടവരെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല കോഫിയുടെ മണം. രാവിലെ ആൾക്കാരൊക്കെ നടന്ന് വരുന്നതേ ഉള്ളൂ. അങ്ങ് താഴെ നിന്ന് യാക് ഖർക്കയിൽ നിന്ന് ഒരുപാട് പേര് നടന്നു വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ചൂടുവെള്ളമൊക്കെ എടുത്ത് ഞാൻ എൻ്റെ സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി. സ്റ്റിക്ക് മറന്നു വെച്ചു. എല്ലാം എടുത്ത് അപ്പോൾ രാവിലെ യാത്ര തിരിക്കുകയാണ്. ഈ ഹോട്ടലിൻ്റെ 2 ആൾക്കാരാണ്. ഈ ഹായ് बाय बाय एंड शुभ यात्रा. शुभ यात्रा. आपको थोरंग पास गुड लक. गुड लक. तरुण बास टुमारो टुमारो गुड लक. अभी हाय. पिछले साल में भेजेंगे. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ നമുക്കൊരു തേര് കിട്ടിയിട്ടുണ്ട്. ആ മുകളിലോട്ടാണ് നമ്മളെ പോവേണ്ടത്. രാവിലെ തന്നെ പണി കിട്ടി. ഇവിടെ കുറേ യാക്കിൻ്റെ തല ഇതാ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ കുറേ യാക്ക്, ഒരു ചരിവ് മൊത്തം യാക്ക്. ഞാൻ രാവിലെ ഇറങ്ങിയെങ്കിലും എല്ലാവരും എന്നെ മറികടന്ന് വെച്ചുകൊണ്ടിരിക്കുക. അവിടെ മുകളിൽ 200 പേർക്കുള്ള താമസ സൗകര്യമേ ഉള്ളൂ. നേരത്തെ നടക്കേണ്ടതായിരുന്നു. കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആത്മവിശ്വാസം കൂടിയിട്ട് 8 മണിക്ക് ഇറങ്ങിയത്. അത് മിക്കവാറും ഇന്ന് അവിടെ ടെൻ്റ് അടിച്ച് കിടക്കേണ്ടി വരും. രാവിലെ മുതൽ തേരിയോട് തേരി. അപ്പോൾ സൈഡിൽ നല്ലൊരു പുഴ, ചെറിയൊരു പുഴ. ആ മഞ്ഞുമലയുടെ മുകളിൽ നിന്നെല്ലാം കൂടെ വെള്ളം വരെ. എല്ലാവരും കൂടെ അങ്ങ് കുറച്ച് മുകളിൽ പോയി കൂടി നിൽക്കുക. നമ്മൾ നടന്നു വരുമ്പോൾ താഴെ ഒരു നല്ലൊരു കണ്ണീർ തടാകം പോലെ കാണാം. നല്ല തെളിഞ്ഞിട്ട് എൻ്റെ അടിത്തട്ട് വരെ കാണാം. ചെറിയൊരു
കുളം പോലെ. ഇന്ന് ഒരുപാട് ആൾക്കാരുള്ളതുപോലെ നടക്കാൻ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. മുകളിൽ 200 എത്ര ഒരിക്കലുള്ള താമസ സൗകര്യമേ ഉള്ളൂ. നമ്മൾ അന്നപൂർണ 2 ഒക്കെ അവിടെ കാണാം. 3ഉം 2ഉം ഒക്കെ അവിടെ കാണാം. നന്നായിട്ട് തെളിഞ്ഞ് കാണാം ഇന്ന്. അന്നപൂർണ സർക്കിട്ട് സൈക്കിളിൽ ചെയ്യണവരുമുണ്ട്. വിദേശത്തു നിന്ന് വന്ന് ഹലോ കണ്ടോ സൈക്കിളിൽ ചെയ്യണ 2 പേര്. സൈക്കിളിലും അന്നപൂർണ സർക്കിട്ട് ചെയ്യാം. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എടുത്ത് നടക്കേണ്ട വരും സൈക്കിള്. ഉണ്ട് അവർ 2 പേര്. ഇവരൊക്കെ സമ്മതിക്കണം. വേറെ ആരുമില്ല, അവർ 2 പേരും കൂടെ ചവിട്ടാൻ പറ്റാത്തടത്തെല്ലാം സൈക്കിളും കൊണ്ട് നടക്കും അവർ. ആ മലയുടെ നടക്കൂടെയാണ് നമ്മളെ വഴി. അവിടെ ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലമൊക്കെ ഒരു തൂക്കുപാലമുണ്ട്. ഇവിടെയൊന്നും മഞ്ഞില്ല, എല്ലാം മഞ്ഞ് ഉരുവിപ്പോയി. ഇവിടെയൊക്കെ നല്ല മഞ്ഞുള്ള സമയത്താണ് വരേണ്ടത്. ഇതെല്ലാം നരച്ച് കിടക്കുന്ന സ്ഥലം പോലെ ആണ്. ഇതാ അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം, മഞ്ഞ് ഉരുകി വീഴുന്ന വെള്ളച്ചാട്ടം കാണാം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് കയറാം. അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള 2 മലയുടെ ചരിവ് വരുമ്പോൾ നല്ല കാറ്റാണ്. എപ്പോഴും നല്ല തണുത്ത കാറ്റടിക്കും. അവിടെ കണ്ട തൂക്കുപാലം വഴി ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ ചെറിയ വഴിയാണ്. ഇവിടെ വീഡിയോ എടുപ്പ് നടക്കില്ല. ചെറിയ മരപ്പാലമാണ് താഴെ. ഇവിടെ ചറുക്കിയ അങ്ങ് താഴോട്ട് പോകും. വളരെ സൂക്ഷിച്ചു പോവേണ്ട ഒരു സ്ഥലമാണ്. മുകളിൽ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് വരാൻ. എൻ്റെ കൂടെ ഒരു ചെറിയ പട്ടിയും കൂടെ കൂടിയിട്ടുണ്ട്. ഒരു മരപ്പാലമുണ്ട്, മരപ്പാലം അവിടെ. ഇവിടെ എല്ലാം പാറ ഇടിഞ്ഞിരിക്കുക മുകളിലോട്ട്.
മുകളിലോട്ടെല്ലാം പാറ ഇടിഞ്ഞിരിക്കുക. അതിൻ്റെ പുറത്തൂടെ ചരളും. കല്ലില്ലായിരുന്നെങ്കിൽ, ചരളില്ലായിരുന്നെങ്കിൽ ഇറങ്ങാൻ എളുപ്പമുണ്ട്. ഇന്നലെ ഒരിടത്ത് വന്ന് വീഴുകയും ചെയ്തു. നടന്ന് തടിപ്പാലത്തിൻ്റെ അവിടെ എത്താറായി. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു തടിപ്പാലം കിടക്കാണ്. തടിപ്പാലം ആൾക്കാരെല്ലാം മുകളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനിയും നടന്ന് മുകളിൽ കയറണം. ഇനി ഈ വഴി മൊത്തം ഒരു അങ്ങ് താഴെ ഇറങ്ങി വീണ്ടും മുകളിൽ കയറണം. രാവിലെ മൊത്തം തേരിയായിരുന്നു. എന്താ വഴിയൊക്കെ പലയിടത്തും ഇടിഞ്ഞ് കിടക്കുകയാണ്. നല്ലൊരു കാറ്റടിച്ചാൽ കുഴപ്പമോ. രണ്ട് മലയുടെ എന്താ പറയുക, ഒരു ഇടുക്കിലായി ഇപ്പോഴും. ഇവിടെയൊക്കെ ഇറങ്ങി പോകാനാണ് പാട്. മുകളിൽ നിന്നൊക്കെ കല്ല് വീഴുന്ന് വഴി ഇടിഞ്ഞു പോയി. ഈ കല്ല് വീഴുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരാൾ പൊക്കത്തിനെക്കാട്ടി അടുക്കി വെച്ചിട്ടുള്ളത്.